കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ 5 സൈക്കിൾസ് ആയി നമ്മളുടെ ഭാഗത്തു നിന്ന്, അതായത് ലേൺവൈസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വർഷവും അതിന് യാതൊരുവിധ മുടക്കവുമില്ല, അല്ലെങ്കിൽ ഈ സൈക്കിളിലും അതിന് യാതൊരുവിധ മുടക്കവുമില്ല. അപ്പോൾ ഇഗ്നോ 6.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ പാർട്ടിലോട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. എൻ്റെ പേര് രാഖി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BCOC 131 എന്ന് പറയുന്ന ബികോമിന്റെ കോമൺ പേപ്പറിനെ കുറിച്ചാണ്. BCOC 131 എന്ന് പറയുന്ന പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ആ സബ്ജക്റ്റിന്റെ PYQA, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്. നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യണേക്കാൾ മുമ്പ് എങ്ങനെയാണ് ഈ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കണേ എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ഡിസംബർ 2020 മുതൽ ഡിസംബർ 2025 വരെയുള്ള 10ഓളം ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ PYQA ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025-26 അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇഗ്നോന്റെ SLM-ഉം കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസുമായിട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൗ ടു യൂസ് ദിസ് ഡെക്ക്? ചൂസ് ദ പാത്വേ ദാറ്റ് മാച്ചസ് യുവർ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ. അപ്പൊ ഈ ഡോക്യുമെന്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം അവൈലബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്, അതായത് പാത്ത് 1 എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്ക് സ്പ്രിന്റ്, അതായത് ഒരു ലാസ്റ്റ് വീക്കിന്റെ ഉള്ളിൽ നിന്ന്, ലാസ്റ്റ് വീക്കിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു 55 to 65 മാർക്സ് സ്കോർ ചെയ്യണമെന്നുള്ള ടാർഗറ്റ് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. അവർ ചെയ്യേണ്ടത്, ഫോർ സ്റ്റുഡൻസ് വിത്തിൻ 7 days or less before the exam, അതായത് 7-ൽ താഴെയോ ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു 55 to 65 മാർക്ക് സ്കോർ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് ഓൺലി ഹൈ യീൽഡ് യൂണിറ്റ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റ് ആയിട്ടുള്ള 1, 3, 4, 7, 11, 13, 15, 16, 17 ഈ യൂണിറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 7 daysന്റെ ഉള്ളിൽ, നിങ്ങളുടെ മുമ്പിൽ 7 ദിവസമേ ഉള്ളൂ എങ്കിൽ ആ ദിവസങ്ങളെ കൊണ്ട് കൂടുതൽ പോർഷൻസുകൾ കവർ ചെയ്തുകൊണ്ട് കൂടുതൽ മാർക്ക് നേടാനാകും. ഇനി നെക്സ്റ്റ് ഒരു പാത്ത്, അവരുടെ മുമ്പിൽ ഒരു 15 to 21 days ഉണ്ട്, അതായത് മോർ ദാൻ 2 weeks ബട്ട് നോട്ട് അപ് ടു ഒരു ഓൾ മന്ത് കയ്യിലില്ല, ബട്ട് 15 to 21 days ഉണ്ട്. അവരെന്താ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് ഹൈ യീൽഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും, അതായത് 3 star വരുന്ന എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ SLM, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് വരുന്ന ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സ്
മോഡൽ എക്സാമിന്റെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്, നമ്മുടെ ലേൺവൈസ് ആപ്പിലുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പാത്ത്, ഇവിടെ ഫുൾ മാസ്റ്ററി റൂട്ടാണ്. അവരുടെ കയ്യിൽ 45 കൂടുതലോ ദിവസം ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അവരെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്? റീഡ് എവ്രി യൂണിറ്റ് ഇൻ ദ ലോൾ SLM അറ്റ്ലീസ്റ്റ് വൺ. SLMലെ എല്ലാ യൂണിറ്റുകളും ഒരു തവണയെങ്കിലും വായിക്കുക. അനോട്ടേറ്റ് ഡെഫിനേഷൻ ആൻഡ് ഫോർമാറ്റ്സ്, എന്തെങ്കിലും ഡെഫിനേഷനോ ഫോർമാറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ VCOC 131ന്റെ പേപ്പറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 3 മണിക്കൂറാണ് എക്സാം ഉള്ളത്. യൂഷ്വലി ഒരു 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. 20 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന് വരുന്ന സ്കോർ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു കീ ഒബ്സർവേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. Question 1 is invariably a theory question from block 1 with 2 parts. എപ്പോഴും question 1 എന്ന് പറയുന്നത് ബ്ലോക്ക് 1ൽ നിന്നാണ് ഉണ്ടാവുക. 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. മേ ബി അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ ആയിരിക്കാം, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആയിരിക്കാം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് വൺ ഫുൾ ന്യൂമറിക്കൽ ഓൺ കൺസൈൻമെന്റ് അപ്പിയേഴ്സ് ഇൻ ഓൾമോസ്റ്റ് എവറി പേപ്പർ. കൺസൈൻമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ, അതായത് യൂണിറ്റ് 15 ആൻഡ് 16 എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് വൺ ഫുൾ ന്യൂമറിക്കൽ ഓൺ ഹയർ പർച്ചേസ്, അതായത് യൂണിറ്റ് 11 ആൻഡ് 12 ഹയർ പർച്ചേസ് എന്ന് പറയുന്ന പാർട്ടിലെയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് പ്രോബ്ലം നിങ്ങളോട് ചോദിക്കാറുണ്ട്. ദെൻ ബ്രാഞ്ച് അക്കൗണ്ട് യൂണിറ്റ് 13ലെയും ഇതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം അറ്റ്ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി എക്സാം പേപ്പറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നോക്കാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 2 ബ്ലോക്കുകളാണ് തിയറി, കോൺസെപ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചറിലെ ന്യൂമറിക്കൽ പ്രോബ്ലം 25% ആണ്. അപ്പൊ കോൺസെപ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് തിയറിയാണ്, കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചറിൽ നിന്ന് പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്ലോക്കിൽ 15% ആണ് പ്രാധാന്യമുള്ളത്. അതിൽ നിന്ന് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് ആൻസർ ചെയ്യാനാണ് വരിക. ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് 15% ആണ് അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെ നിന്നും പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ഹയർ പർച്ചേസ് ആൻഡ് ബ്രാഞ്ചിൽ നിന്നും ന്യൂമറിക്കൽ പ്രോബ്ലംസ് 20%-നാണ് ചോദിക്കുന്നത്. ഇനി ഹൈ yield സിലബസ് മാപ്പുകൾ എന്തൊക്കെയാ നോക്കാം. 3 സ്റ്റാർ വരുന്നതാണ് ഹൈ yield ആയിട്ടുള്ള യൂണിറ്റുകൾ, അപ്പിയർ ഇൻ ഓൾമോസ്റ്റ് എവറി സെഷൻ. 2 സ്റ്റാർ വരുന്ന മീഡിയം yield ആണ്, ഫ്രീക്വന്റ് അപ്പിയറൻസ്, ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ. ലോ yield appears occasionally, good for comprehensive coverage. ഇപ്പൊ നിങ്ങളുടെ ഏകദേശം 50% സമയം ഹൈ yield ടോപ്പിക്കുകൾ പഠിക്കാൻ മാറ്റിവെക്കുക. 30% മീഡിയം yieldനും 20% ലോ yieldനും വേണ്ടി മാറ്റിവെക്കുക. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 ഹൈ yield ആണ്, യൂണിറ്റ് 2 മീഡിയം yield ആണ്, യൂണിറ്റ് 3 ഹൈ yield ആണ്, യൂണിറ്റ് 4 ഹൈ yield ആണ്. അത് എത്ര തവണ ചോദിച്ചു എന്നുള്ളത് ഫ്രീക്വൻസി ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2ലോട്ട് വരുമ്പോൾ ബ്ലോക്ക് 5 വെരി ലോ yield ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. യൂണിറ്റ് 6 മീഡിയം, യൂണിറ്റ് 7 ഹൈ, യൂണിറ്റ് 8 മീഡിയം. അത് ബ്ലോക്ക് 3 ആണ് കേട്ടോ, യൂണിറ്റ് 8. ബ്ലോക്ക് 3ൽ തന്നെ യൂണിറ്റ് 9 മീഡിയം. ഈ ബ്ലോക്ക് 3ൽ തന്നെ യൂണിറ്റ് 10 മീഡിയം. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 11 ഹൈ yield ആണ്, യൂണിറ്റ് 12 മീഡിയം ആണ്, യൂണിറ്റ് 13 ഹൈ yield ആണ്, യൂണിറ്റ് 14 ലോ yield ആണ്. ഇനി ബ്ലോക്ക് 5ലോട്ട് വരുമ്പോൾ കൺസൈൻമെന്റ് ഹൈ yield ആണ്, കൺസൈൻമെന്റ് അക്കൗണ്ട്സ് പാർട്ട് 2
ഹൈ yield ആണ്. യൂണിറ്റ് 17 ഹൈ yield ആണ്. ഇനി ബ്ലോക്ക് 6ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 18, യൂണിറ്റ് 19, യൂണിറ്റ് 20 മീഡിയം yield ആണ്. യൂണിറ്റ് 21 എന്ന് പറയുന്നത് ലോ yield ആണ്. അതിന്റെ ബേസിൽ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. യൂണിറ്റ് 1ൽ നിന്ന് കണ്ടോ 9 തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ യൂണിറ്റ് 13ൽ നിന്നും യൂണിറ്റ് 17ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, 10 തവണ. ദെൻ യൂണിറ്റ് 1, പിന്നീട് യൂണിറ്റ് 4, യൂണിറ്റ് 11, യൂണിറ്റ് 15, 16 എന്ന രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. യൂണിറ്റ് 5, യൂണിറ്റ് 14, യൂണിറ്റ് 21 ഇതൊക്കെ 3 ടൈംസ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ഇനി യൂണിറ്റ് ഫ്രീക്വൻസി ചോദിക്കാം. ബ്രാഞ്ച് അക്കൗണ്ട്സ് ഡിപ്പെൻഡന്റ് 10 തവണയാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ജോയിന്റ് വെഞ്ചറും സെയിം 10 തവണ. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്ന് 9 തവണ. ഹയർ പർച്ചേസ് അഗ്രിമെന്റ് 8 തവണ. കൺസൈൻമെന്റ് അക്കൗണ്ടിൽ നിന്നും 8 തവണ. ഇനി ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്. മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് സൈക്കിളിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൈക്കിളിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. നിങ്ങളെല്ലാവരും എല്ലാ തവണയും നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അതാണ് ഈ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ പറയുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസും എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ 2 ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് ഒരു ഫയർ ഐക്കണിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, ഡിഫൈൻ അക്കൗണ്ടിങ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ്, and distinguish between cash basis and accrual basis of accounting with examples. ഇനി ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സിലോട്ട് വരുമ്പോൾ 3 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ വേരിയസ് മെത്തഡ് ഓഫ് റെക്കോർഡിംഗ് ദ ജോയിന്റ് വെഞ്ചർ ട്രാൻസാക്ഷൻ വിത്തൗട്ട് മെയിൻറ്റെയിനിങ് എ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക്. ജോയിന്റ് വെഞ്ചർ ന്യൂമറിക്കൽ ചോദ്യം വരാറുണ്ട്. പ്രോബ്ലം ദ co-venture ratio profit in given ratio. പ്രിപ്പയർ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിന്റ് വെഞ്ചറിന്റെ പ്രോബ്ലം ആണ് പറയുന്നത്. പിന്നെ ഈ ജോയിന്റ് വെഞ്ചർ ടെമ്പററി പാർട്ട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ജോയിന്റ് വെഞ്ചർ കമ്പയർ ജോയിന്റ് വെഞ്ചർ വിത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് വിത്ത് കൺസൈൻമെന്റ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് വരുന്നത് എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഇഷ്യൂയിങ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ് ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സെറ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സബ്സിഡറി ബുക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് why is a journal subdivided? Name the special journals and state the type of transaction entered in each of them. Enter the given transaction in single column, 2-column cash book of a trader. Problem ആണ് കേട്ടോ. Single column and 2-column cash book. Trial balances there was a difference in trial balance. Rectification entry pass ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ what do you understand by trial balance? Discuss the causes of disagreement and steps involved in locating errors. Also explain the different types of errors. Depreciation define depreciation. Distinguish it from depletion, amortization, obsolescence. Describe the merit and demerits of written down value method. Prepare machinery account, machinery disposal account for the years given. നിങ്ങളുടെ machinery account machinery disposal account ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് ഫസ്റ്റ് പാർട്ടിലോട്ട് വരുമ്പോൾ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹയർ പർച്ചേസ് അഗ്രിമെന്റ്. ഡിസ്കസ് ദ റൈറ്റ്സ് ഓഫ് ഹയറർ ആൻഡ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. പിന്നെ ഒരു പ്രോബ്ലം തന്നിട്ട് നിങ്ങളോട് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ നെസസറി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. എക്സ്പ്ലെയിൻ ദ 3 മെത്തേഡ്സ് ഓഫ് കീപ്പിംഗ് accounts of a independent branch and how profit is ascertained under each method. ഇനി പിന്നെ ഒരു പ്രോബ്ലം ആണ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, പിന്നെ ഹെഡ് ഓഫീസ് ബുക്സ്. കൺസൈൻമെന്റിലോട്ട് വരുമ്പോൾ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം. ഗുഡ്സ് കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുന്നു. അപ്പൊ അൺസോൾഡ് വാല്യൂന്റെ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക കൺസൈനറിന്റെ ബുക്കില്. പിന്നെ what are the procedures followed for the valuation of closing stock when abnormal and normal losses occur simultaneously explain ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ വരുന്നതാണ് what do you mean by principle of double entry.
give the rule of credit and debit with the suitable examples and explain the accounting equation. ഈ നമ്മളോട് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു സെറ്റ് തന്നിട്ടുണ്ട്, എക്സാക്ട്ലി ലൈക്ക് യുവർ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിനെ പോലെ തന്നെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, 3 മണിക്കൂറിന്റെ. നിങ്ങൾക്കപ്പോ ഏകദേശം ഇവിടെ ഒരു 9 ക്വസ്റ്റ്യനോളം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് സെറ്റ് ബിയിലും തന്നിട്ടുണ്ട്, 9 ക്വസ്റ്റ്യൻസോളം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും 5 ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ് പറയുന്നത്. എല്ലാ ആൻസേഴ്സ് എഴുതുമ്പോഴും 20 മാർക്കിനൊക്കെ ആണെങ്കിൽ ഒരു ഇൻട്രോ പാർട്ട്, ഒരു ബോഡി പാർട്ട്, ഒരു കൺക്ലൂഷൻ പാർട്ട് കൊടുക്കാനായിട്ട് നോക്കുക. നേരിട്ട് തന്നെ ആൻസറിലോട്ട് ജമ്പ് ചെയ്യാതെ ഈ രീതിയിൽ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് പേജസിന്റെ കൗണ്ടും കൂടും, നോക്കുന്നവർക്കും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ നിങ്ങൾ ഹൂ, വെൻ, വാട്ട് അതിന്റെ ഒക്കെ ആൻസർ ചെയ്യുന്ന രീതിയിൽ ആ ക്വസ്റ്റ്യൻസോളം ആൻസർ ചെയ്യുക. എല്ലാ തരത്തിലുള്ള കോർ കോമ്പോണൻസും സ്റ്റേജസും ഒക്കെ SLMലെ ടെർമിനോളജി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മാനേജേഴ്സിന് എവിടെയൊക്കെയാണ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരേണ്ടത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ലിമിറ്റേഷൻസോ ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്, ആ തിയറിയുടെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഡിസ്കസ് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോസും കോൺസും ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിന്റെ മെറിറ്റ് അല്ലെങ്കിൽ ഡീമെറിറ്റ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് നോക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ ടേമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്റ്റാൻഡ് പറയരുത്. നിങ്ങൾ ഇതിനോട് അനുകൂലിക്കുന്നു എന്നൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അവിടെ ചോദിച്ചിട്ടില്ല, നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ മാത്രം എഴുതുക, അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് ഡിസ്കസ് ചെയ്യാം. ഇനി ആദ്യത്തെ 5 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസുകളും വായിക്കാൻ വേണ്ടി എടുക്കുക. ഓരോ 30 മിനിറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ് വീതം എടുക്കുക. ഒരു 6 മിനിറ്റ് നിങ്ങൾക്ക് എഴുതിയിട്ടുള്ള ആൻസേഴ്സ് ക്ലാരിറ്റി കറക്റ്റ് അല്ലേ നോക്കുക. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് എല്ലാ ക്വസ്റ്റ്യൻസുകളും ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ലേൺവേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് A and Bയുടെ ഫുൾ മോഡൽ ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ PYQ ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാത്തിന്റെയും ആൻസേഴ്സിന്റെ, അതായത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തുള്ള ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടുന്നതാണ്. മെന്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ഉണ്ടായിരിക്കും. എങ്ങനെയൊക്കെയാണ് ആൻസർ പ്രസന്റേഷൻ വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ഓരോ ലേണേഴ്സിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റേഴ്സ് ഉണ്ട്. പിന്നെ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഒരു ലേൺവേഴ്സ് ആപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ലേൺവേഴ്സിലെ ലേണേഴ്സിന് ഇതൊക്കെ ഓൾറെഡി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലേൺവേഴ്സ് ആപ്പിന്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു തരാം. ഈ പ്രാക്ടീസ് സെറ്റ് A, പ്രാക്ടീസ് സെറ്റ് Bയുടെ ഫുൾ ആൻസേഴ്സും PYQ ബുക്ക്ലെറ്റ് അതിൽ അവൈലബിൾ ആയിരിക്കും. പ്ലസ് ആ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഫുൾ ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ആൻസേഴ്സിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്ത് തരും. പിന്നെ അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഓൺ ആൻസർ പ്രസന്റേഷൻ ആൻഡ് സ്കോറിംഗ്, മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലേൺവേഴ്സിലുള്ള മറ്റ് റിസോഴ്സസിലോട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലേൺവേഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തിരുന്ന നമ്പറിലോട്ട് കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. 7592939616 ഈ നമ്പറിലോട്ട് വിളിക്കുക. അധികം സമയം താമസിപ്പിക്കേണ്ട, കാരണം നമ്മുടെ എക്സാംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമയവും ആ സമയത്തിനുള്ളിൽ മാക്സിമം സ്കോർ ചെയ്യാനായിട്ടുള്ള റിസോഴ്സുകളും നമ്മളുടെ പക്കൽ റെഡിയാണ്. സോ അധികം താമസിയാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ഭാഗത്തുനിന്ന് ഓൾ ദ വെരി ബെസ്റ്റ് അറിയിക്കുകയാണ്. എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആവും. ഇതിലെ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളുടെ മുമ്പിലോട്ട് എത്താതെ ഇരിക്കില്ല. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ടൈം അലോക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഈ ഡോക്യുമെന്റ് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ അതൊന്ന് നമ്മൾ അറിയിക്കുക. അപ്പൊ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.